നവകേരള സദസ്സ് എന്ന ജനകീയ സംവാദ പരിപാടി ജനാധിപത്യ ഭരണ നിർവഹണ ചരിത്രത്തിലെ അത്യപൂർവ അധ്യായമായി മാറി. ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതും പ്രതിപക്ഷത്തിലുള്ള വിശ്വാസ്യത കുറയുന്നതും ഈ യാത്രയുടെ ബാക്കി പത്രമാണ്. സംസ്ഥാനത്തിന്റെ വടക്കേയറ്റമായ മഞ്ചേശ്വരം മുതൽ തെക്കേയറ്റത്തെ പാറശാല വരെയുള്ള യാത്ര 36 ദിവസം കൊണ്ടാണ് സംസ്ഥാന മന്ത്രിസഭ പൂർത്തിയാക്കിയത്. സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് ഉതകുന്ന നിരവധി നിർദ്ദേശങ്ങളാണ് സദസ്സിന്റെ ഭാഗമായുള്ള പ്രഭാത യോഗങ്ങളിൽ ഉയർന്നു വന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്തെ പൈവള്ളികയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ മുതൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളുടെ സംയുക്ത സദസ്സിലൂടെ യാത്ര സമാപിക്കും വരെയും കണ്ടത് മന്ത്രിസഭയെ വരവേൽക്കുന്ന ജനസഞ്ചയം. ഇത് സർക്കാരിന് ലഭിക്കുന്ന ജനപിന്തുണയാണ് വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ UDF അംഗങ്ങൾ നവകേരള സദസ്സിന്റെ ഭാഗമായത് പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയായി. ഒപ്പം നവകേരള സദസ്സ് രാഷ്ട്രീയമല്ല എന്ന ശക്തമായ സന്ദേശവും നൽകി. നവകേരള ബസ്സിന് നേരെയുള്ള അക്രമം മുതൽ തിരുവനന്തപുരത്ത് യാത്ര പ്രവേശിച്ചപ്പോൾ നഗരത്തെ സംഘർഷമയമാക്കുകയുമായിരുന്നു കോൺഗ്രസ്. ഈ അക്രമങ്ങളിൽ പതറാതെ ജനം ഒന്നടങ്കം നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തി. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാനുള്ള അവസരം കൂടി തള്ളിക്കളഞ്ഞതിലൂടെ ജനങ്ങളിൽ നിന്നും പ്രതിപക്ഷം കൂടുതൽ അകലുന്നതാണ് നവകേരള സദസ്സ് എന്ന യാത്ര ബാക്കി വയ്ക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.